ക്രാഫ്റ്റേഴ്സ് പാക്കിംഗ് വീഡിയോസ് തപ്പി തപ്പി നടക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടി യൂസ്ഫുൾ ആവും. അതും ഫ്രെയിം പാക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുൾ ആവും കേട്ടോ. പക്ഷേ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ഒടുവിലാണ് ഞാൻ ഈ ഒരു ഫ്രെയിം എന്തായാലും പാക്ക് ചെയ്തിട്ടുള്ളത്. കുറേ സമയം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം മുക്കാൽ മണിക്കൂറോളം ഞാൻ ഈ ഒരു ഫ്രെയിം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടാവും. ബിക്കോസ് ഇത് അത്രയും ടാസ്ക്കായിരുന്നു. ഞാൻ നോർമലി കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നത് ഹാമ്പേഴ്സും അതുപോലെ തന്നെ പൊട്ടാത്ത ഫാബ്രിക്കിൽ വരുന്ന ഫ്രെയിംസൊക്കെ ആയിരുന്നു ഞാൻ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പൊട്ടുന്ന ഫ്രെയിം ഞാൻ ആദ്യമായിട്ടാണ് അയക്കുന്നത്, അതും A4 സൈസിലുള്ള ഫ്രെയിം. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. പക്ഷേ ഇത് പൊട്ടാതെ എത്തുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. ബിക്കോസ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ആക്കുന്നതും അപ്ലോഡ് ആക്കുന്നതും ഈ സാധനം കൊറിയർ അയക്കുന്നതിന് മുന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ എത്തും എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും പറഞ്ഞുതരാം. പൊട്ടാതെ എത്തിയോ, സേഫാണോ, എന്താണ് എന്നുള്ളതൊക്കെ. കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിലാണെങ്കിലും സാധനം ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു സാധനത്തിൻ്റെ നെയിം, ഈ പാക്കിങ്ങിൻ്റെ സംഭവത്തിൻ്റെ നെയിം എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. പക്ഷേ അത് നല്ല സേഫായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ കൊറിയർ അയച്ച ഹാമ്പർ ബോക്സസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റേ പറഞ്ഞ അക്രിലിക്കിൻ്റെ ഫ്രെയിം ആണെന്നുണ്ടെങ്കിലും എല്ലാം ഭയങ്കര നീറ്റായിട്ട് തന്നെ സാധനം നമുക്ക് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ഇല്ലാതെയാണ് ഞാൻ ഈ ഒരു സാധനം പാക്ക് ചെയ്യുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നും പറ്റില്ല എന്നുള്ളൊരു ഹോപ്പ്ഫുള്ളിൽ. അതുപോലത്തെ ആവട്ടെ. എന്തായാലും ക്രാഫ്റ്റേഴ്സിനോട് എല്ലാവരോടും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ പാക്ക് ചെയ്ത് അയക്കാറുള്ളത് എന്നും കൂടി ജസ്റ്റ് കമൻറ്റ് ബിലോ. കുറേ സമയം എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു സാധനം പാക്ക് ചെയ്തത്. ഈ ഒരു ഫ്രെയിമും അതേപോലെ തന്നെ ഒരു മിനി ഹാമ്പർ ബോക്സും കൂടി ആയിരുന്നു നമുക്ക് അയക്കാണ്ടായിരുന്നത്. രണ്ടും ഒരാൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇനി കുറച്ച് അധികം കഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇനിയും നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ഫോളോ ചെയ്യുക. AN ക്രിയേഷനും അതുപോലെ തന്നെ നമുക്കൊരു ജ്വല്ലറീൻ്റെ പേജും നമ്മളിപ്പോൾ ഏകദേശം ഒരു 1.5 വീക്കായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. കെസിയ ജ്വൽസ് എന്നാണ്. അപ്പോൾ ഞാൻ അടിയിൽ എന്തായാലും കൊടുക്കുക. അപ്പോൾ രണ്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. പിന്നെ ഇനി ഈ ഒരു മന്തും നെക്സ്റ്റ് മന്തുമായിട്ട് കുറച്ച് ഡിലേ ഉണ്ടാവും നമ്മുടെ വീഡിയോസിന്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് മോഡൽ തുടങ്ങാനായി. അതുകൊണ്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി. അപ്പോൾ അതും എനിക്ക് ഫോക്കസ് ചെയ്യണത് കൊണ്ട് തന്നെ അപ്പോൾ വീഡിയോ 2-3 ആഴ്ചയ്ക്ക് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക എന്തുകൊണ്ടാണ്, എക്സാം ആയതുകൊണ്ടാണ്. അതെല്ലാം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ എന്തായാലും പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതാണ് ഈ നെക്സ്റ്റ് ടാസ്ക് തന്നെ. അപ്പോൾ ആദ്യം ടാപ്പ് എടുത്ത് വെച്ചിട്ട് തുടങ്ങാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.